ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുവചനം. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തിക്കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോഴാണ് പറയണത്. കാലവിളംബം വരുത്തുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരത്തില്ലെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നടപടിക്രമത്തിൽ വെച്ച് താമസിപ്പിക്കുന്ന സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയത്തില്ലേ, അതുപോലെയുള്ള മുറയൊന്നുമില്ല. നമ്മൾ സത്യസന്ധരാണെങ്കിൽ ഇന്ന് രാത്രി ഉടമ്പടി കത്തും. മനസ്സിലായില്ലേ? അത് കാര്യം ദൈവത്തിൻ്റെ നിലപാട് ക്രമം എന്ന് പറഞ്ഞാൽ കാലവിളംബം വരുത്താത്തതാണ്. പിന്നെ ഈ കാലവിളംബം വരുത്തി കൂട്ടുന്ന ആരാണ്? നമ്മളാണ്. നമ്മൾ ഉടമ്പടി പത്രം കൊണ്ട് തിരി കൊണ്ട് അവിടെ വെച്ചു. അടുത്ത ശനിയാഴ്ച വരെ തുടങ്ങാം, പള്ളി പോട്ടെ, അവിടെ അച്ഛനുണ്ടെങ്കിൽ കുമ്പസാരിക്കുക. ഇങ്ങനെ ഈ ചെല്ലട്ടെ എന്നുള്ള നടപടിക്രമങ്ങൾ ഇതൊന്നും അല്ലല്ലോ പ്രശ്നം. ഇതിനിടയ്ക്ക് വല്ല ഇൻഡാസും കയറി വന്നാൽ ആ ഇൻഡാസ് എല്ലാം സാക്ഷ്യം വഹിക്കേണ്ട സമയമല്ലേ, നമ്മൾ സാക്ഷ്യം വഹിക്കത്തില്ല. അതിന് പകരം നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് നിഷ്പക്ഷത പാലിച്ച് നിൽക്കും, നിർജ്ജീവമായിട്ട് നിൽക്കും. ആകപ്പാട് ചെയ്യുന്ന പരിപാടി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷിക്കണ പ്രാർത്ഥന ചെല്ലിയും. ഇതിലാണ് കാര്യം മുഴുവൻ ഇരിക്കണമെന്ന്. അതിലല്ല കാര്യം മുഴുവൻ ഇരിക്കണം. അത് വേണമെന്നാണ്, അത് വേണം. പക്ഷേ കാര്യം മുഴുവൻ ഇരിക്കണം എവിടെയാണ്? നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. വളരെ പ്രശ്നം. ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഉള്ള മാർഗം എന്ന് പറയണത് സാക്ഷികളാകാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്തുമാത്രം ആൾക്കാരാണ് ഓർഫനേജിലും വയോജന അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലും അതുപോലെ തന്നെ ഓട്ടിസമൊക്കെ കുഞ്ഞുങ്ങളുള്ള സൂക്ഷിക്കുന്ന സ്ഥലത്തും എന്തൊക്കെ പോയി താമസിച്ചാണ് ജോലി ചെയ്യണത്, വേല ചെയ്യണത്. അപ്പോഴേ എന്താ വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ് കർത്താവിന് വേണ്ടി. അപ്പോഴേ ജോലി കാണുമ്പോൾ കർത്താവിന് മനസ്സിലാകും. ഇപ്പോഴത്തെ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ, ഞാൻ മഴയത്ത് ഓട്ടോറിക്ഷക്കാർക്കും പോലീസുകാർക്കും ഒക്കെ ഞാൻ കൃപാസനം പത്രം കൊടുക്കുമെന്ന്. മഴയത്ത് 5 കെട്ട് പത്രമാണ് കൊടുക്കണ പുള്ളിക്കാരൻ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ചാൽ അവർ സാക്ഷികളാകുകയാണ്. അപ്പോൾ എന്തെങ്കിലും വിഷയം വന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ സംഭവം എന്താണ്? സാക്ഷ്യമാണ്. അത് എമ്മാവസിൽ നിന്ന് പോയവരോടും അതിനുശേഷം അപ്പോസ്തലന്മാരോടും എല്ലാം പറഞ്ഞെന്താണ്? ഇവയ്ക്ക് നിങ്ങളാണ് സാക്ഷികൾ. സാക്ഷ്യമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എന്താ ചെയ്തത്? ഇവർ ഭാര്യനെ ഉപേക്ഷിച്ച് അയാൾ കുടുംബജീവിതത്തിൽ നിന്ന് മാറി നാട്ടിലോട്ട് പോയി, സ്വന്തം നാട്ടിലോട്ട് പോവുകയാണ്. എന്തിനു പോകണം ദൈവത്തിനറിയാം. അയാൾ പേടിച്ച് പോകണമെന്നറിയാം, നിക്കക്കളില്ലാതിന് പോകണമെന്നറിയാം, പോയത് ശരിയായില്ലെന്നും അറിയാം. പോയി ശരിയായ കഴിഞ്ഞുകൊണ്ടല്ല കർത്താവ് പുറകെ വന്നത്. കർത്താവ് പുറകെ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് ഇവരുമായി മുന്നോട്ട് പോകുമ്പോൾ സന്ധ്യയാവും. അപ്പം നേരം വൈകി നമുക്ക് ഇവിടെ രാപ്പാർക്കാമെന്ന് പറയണ സമയത്ത് ഈശോ അപ്പമെടുത്ത് മുറിക്കും. അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നേരത്തെ കണ്ണ് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ എന്താ സംഭവിച്ചത്? കണ്ണ് മങ്ങി കണ്ണ് മൂടപ്പെട്ടിരുന്ന ആൾക്കാരായി. കണ്ണ് തുറക്കണത് എന്താണ്? അപ്പമെടുത്ത് മുറിക്കുമ്പോഴാണ്. ആരുടെ പേരിൽ? കർത്താവിൻ്റെ പേരിൽ. അപ്പം മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ ആണ്. കവനൻ്റാണ്, ഉടമ്പടിയാണ്. ഉടമ്പടി ചെയ്യുമ്പോഴാണ് കണ്ണ് തുറക്കണത്. നമ്മൾ രാവിലെ കുർബാന അർപ്പിച്ചത് എന്താണ്? ഉടമ്പടി ചെയ്യണം. കുർബാന അർപ്പിക്കണ അച്ഛന്മാർക്ക് ഇത്രയും ആന്തരികമായിട്ട് അറിയാവുന്നറിയില്ല. അവരത് വലിയ സംഭവമായിട്ട് ഭക്തിപൂർവ്വം ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു സംശയമില്ല. പക്ഷേ എന്താണ്, ജനങ്ങളുടെ കണ്ണ് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാര്യം അവർ വയലാറിൻ്റെ പാട്ടൊക്കെ പാടുകയല്ലേ ഇതിൻ്റെ ഇടയ്ക്ക്, അതറിയുന്നുണ്ട്. എന്നിട്ട് സായിപ്പിൻ്റെയൊക്കെ ഛർദ്ദിച്ച് കളഞ്ഞ കുറേ സാധനമൊക്കെ പ്രസംഗമായിട്ട് പറയുകയല്ലേ. എങ്ങനെ ജനത്തിൻ്റെ കണ്ണ് തുറക്കാനുള്ളൊരു സാധ്യതയില്ല. പൊൻകുന്നം വരക്കി, മുട്ടത്ത് വരക്കി, എല്ലാവരും ഇങ്ങനെ ഓരോ കഥകളൊക്കെ അല്ലേ പള്ളിയിൽ പറയണത്. പിന്നെ ആ ജനത്തിൻ്റെ കണ്ണ് തുറക്കുക, ഉള്ള കണ്ണ് കൂടി അടഞ്ഞു പോവുകയുള്ളൂ. കാര്യം എന്താണ്? ഇവർ ഉദാഹരണം പറഞ്ഞാൽ പല ആൾക്കാർക്ക് 4 ഭാര്യ 3 ഭാര്യയൊക്കെ വെച്ചുണ്ട്. ഈ ആൾക്കാരെങ്ങനെ, ഞാൻ ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ടെന്നല്ല ഞാൻ പറയണത്. അത്താറെ കെട്ടിയെഴുന്നള്ളിക്കുന്ന പല ആൾക്കാരും ദൈവത്തിന് അഹിതമായിട്ടുള്ള ആൾക്കാരാണ്. ഇവരൊന്നും പറയാൻ അഭിഷിക്തൻ ബാധ്യസ്ഥനല്ല. അവൻ്റെ അഭിഷേകം തന്നെ കർത്താവ് എടുത്തു കളയുന്നതിൻ്റെ കാരണം അവന് അസ്ഥാനത്ത് അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഞാൻ എന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ, അപ്പം മുറിച്ചാൽ കണ്ണ് തുറയണം. ജനം കണ്ണ് മടങ്ങി തന്നെ വരണത്. ഒരു കാഴ്ച ക്ലേശങ്ങൾ കൊണ്ടും വിഷമൊക്കെ സാമ്പത്തിക തകർച്ച കൊണ്ടും പല കാര്യങ്ങളും, സുനാമി വന്നപ്പോഴും അതുപോലെ തന്നെ പ്രളയം വന്നപ്പോഴും അതുപോലെ തന്നെ കൊറോണ വന്നപ്പോഴും ആൾക്കാരെല്ലാം തീർന്ന് കണ്ണ് മങ്ങിയാണ് വരണത്.
കണ്ണ് മങ്ങിയവൻ്റെ കണ്ണിട്ട് കുത്താവുന്ന രീതിയിലാണ് പള്ളി പ്രസംഗം പലതും പോണത്. തമാശയല്ല, ഞാൻ കേൾക്കണമല്ലേ ഇതുകൊണ്ട്. അതിൻ്റെ അവിടെ അവരപ്പം മുറിക്കുമ്പോൾ അവരെ കണ്ണ് തുറക്കണം. എന്നിട്ട് അവൻ പറയണം, അവൻ നമ്മോട് വചനം പ്രസംഗിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയല്ലായിരുന്നെന്ന്. വചനം പ്രസംഗിച്ചാലല്ലേ ഹൃദയം ജ്വലിക്കത്തുള്ളൂ. അതിന് പകരം വേറെ വല്ലതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചു വെച്ച ആൾക്കാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വചനം പ്രസംഗിച്ചാലല്ലേ കണ്ണ് ജ്വലിക്കത്തുള്ളൂ. അയാൾ ഭാര്യ ഉപേക്ഷിച്ച പേരാണെന്ന് ഞാൻ പറഞ്ഞ്, അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ആണ്. അയാൾ ഉപേക്ഷിച്ചല്ല, അയാൾ പോകുന്നല്ല. വൈഫിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഭാര്യനെ കൊണ്ടല്ല പോരേണ്ടത്. അയാൾ ആ ക്ലയോപാസ് എന്ന് പറഞ്ഞ ബിരുദൻ നാട്ടിലായിട്ട് പോകണം. ശരി, അയാൾ ഭാര്യയെ വിളിച്ചിട്ട് പോരണ്ടേ? താറ്റി പിടിച്ചാൽ വിളിച്ചിട്ടില്ല. വിളിക്കാതെ അയാൾ ഒറ്റയ്ക്ക് പോകുന്നതല്ലേ അർത്ഥം. അതൊന്നും ശരിയായില്ല. അതേ കർത്താവ് പുറകെ വന്ന് അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ കാര്യം മതി, കഥ മാറി. ഓരോ കുർബാന കഴിയുമ്പോഴും കഥ മാറണം. അത്രയും ഭവ്യതയോടെ, ഭക്തിയോടെ, സൂക്ഷ്മതയോടെ കർത്തൃസന്നിധിയിൽ നിന്നാൽ കഥ മാറും. ഞാൻ കവനൻ്റാണ് ചെയ്യണത്. നമ്മൾ അപ്പം മുറിക്കലെന്ന് പറഞ്ഞ് അതൊരു ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് ബണ്ണും കാപ്പിയുമായിട്ട് സഭയിൽ കയ്യടിയും പാട്ടുമായിട്ട് ഇരിപ്പുണ്ട്. അത് പോട്ടെ. പക്ഷേ എന്താണ് വാട്ട് ഈസ് ആക്ച്വലി ദേ ആർ ഡൂയിങ്? ദേ ആർ റിവൈസിങ് ആൻഡ് റിജുവനേറ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കവനൻറ്റ്. ഓർമ്മയ്ക്കായി ചെയ്യാൻ, അവൻ്റെ ഓർമ്മയ്ക്കായി. നിങ്ങൾക്കറിയാമല്ലോ, ഏതെങ്കിലും നിമിഷം ജീവിതം കെട്ടുപോയാൽ, കണ്ണ് മങ്ങിപ്പോയാൽ, മനസ്സ് മ്ലാനമായി പോയാൽ നമ്മുടെ മുമ്പിലുള്ള കവനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കുക, ഇവിടെ കുർബാന അർപ്പിക്കുന്ന കുർബാന അപ്പത്തിൻ്റെ സമയത്ത് മാത്രമല്ല, എന്നെല്ലാം അവൻ്റെ കഷ്ടങ്ങളെ, അവൻ്റെ മുറിവുകളെ, അവൻ്റെ പകുത്തു കൊടുക്കലെ, അവൻ്റെ പങ്കുവെക്കലെ നമ്മൾ ഉടമ്പടിയിലൂടെ പരസ്നേഹ പ്രവൃത്തികളായി ആചരിക്കുന്നുണ്ടോ, അന്നെല്ലാം അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കണ്ണ് തുറക്കുന്നുണ്ട്. അവൻ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 21-23 ദ ലോർഡ് ഗോഡ് വിൽ ബി ദെയർ ലൈറ്റ് എന്ന് പറയണത്. അതായത് കർത്താവാണ് നമ്മുടെ വെളിച്ചമായിട്ട് നമ്മുടെ മുമ്പിൽ ചിതറി നിൽക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്നെ വേറെ ഉപകരണമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പാഴ്ത്തടി പോലെ. പക്ഷേ കർത്താവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളെ കേൾക്കുന്നു. പക്ഷേ ഇതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? നിങ്ങൾക്കും എനിക്കും ദൈവത്തിന് അറിയാവുന്ന സത്യമുണ്ട്, നമ്മുടെ പല വിഷയങ്ങൾക്കും സൊല്യൂഷൻ ഇല്ലെന്ന്. മൈൻഡ് ഇറ്റ്. നിങ്ങൾക്കും എനിക്കും ദൈവത്തിനും അറിയാവുന്ന ഒരു സത്യമുണ്ട്, നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന പല വിഷയങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഇല്ലെന്ന്. സമാനില്ല, സത്യമായിട്ടറിയാം, എനിക്കറിയാം. നിങ്ങളെ ഉടമ്പടിയിൽ എന്നെ കളയപ്പെടും, ഞാൻ ഇതിന് സൊല്യൂഷൻ ഇല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ മക്കളെ. ലൂക്ക 5:5 എടുത്തേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കാരുണ്യമേ ബലിവേദിയിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 5:5 ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇതാണ് സിറ്റുവേഷൻ. ദൈവത്തിനും അറിയാം, ശിമയോനും അറിയാം, നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. സമാധാനം, ഇതിന് ഈ പരിഹാരമില്ല. എന്താ പറയണത്? മക്കളെ, മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണത്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പകല് അധ്വാനിച്ചാൽ നല്ല ഞാൻ ഇസ്രയേലിൽ കർത്താവ് സഞ്ചരിച്ച എല്ലാ സ്ഥലത്തും വള്ളത്തെ പോലുള്ളതാണ്. 43 ഡിഗ്രി ചൂടുണ്ട്. ആ സമയത്ത് ഒറ്റ വള്ളക്കാരും ഈ ഗലീല കടലിലില്ല. എന്താ കാര്യം? നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയ ബോട്ടിൽ മാത്രം അതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് വേർക്കണം മനുഷ്യൻ. ഞാനവിടുത്തെ എൻ്റെ ഈശോ, നീ ഈ ചൂടിലാണ് അങ്ങോട്ട് കിടന്ന് നടന്നതെന്ന്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ചോദിച്ചതാണ് കർത്താവിനോട്. പക്ഷേ എന്താ പ്രോബ്ലം? നല്ല ചൂടായ കാരണം ഈ മീനൊന്നും മുകളിൽ വരത്തില്ല. അതുകൊണ്ടാണ് ഇവർ രാത്രി പോണത്. രാത്രി ആകുമ്പോൾ കടൽ തണുക്കും, ചൂടുവെള്ളമൊക്കെ തണുത്ത് പോകും.
2 മണിയാവും രാത്രി. കാര്യം വെള്ളം തണുക്കണത് കര തണുക്കണ പോലെ അല്ലല്ല, വെള്ളം തണുക്കണത് കുറഞ്ഞ് വരത്തുള്ളൂ. ഇപ്പോൾ കടലിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഞാൻ രാത്രി കടലിൽ പോയിട്ടുണ്ട്. ആൾക്കാർ കാണാതെ, കടലിൽ പോയവരെ കാണാതിരുന്ന സമയത്ത് ഞാൻ ഒരു രാത്രി മുഴുവനും കടലിൽ പോയി, കൊച്ചി തൊട്ട് അമ്പലപ്പുഴ വരെ 90-ലെ. അപ്പോൾ ആ സമയത്ത് അറിയാം കടലിലെ വെള്ളം ചൂട് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇവർ രാത്രി പണിക്ക് പോണത്. രാത്രി പണിക്ക് പോയിട്ട് ഒന്നും കിട്ടില്ലെന്നാണ് ഇവർ പറയണത്. സൊല്യൂഷൻ ഇല്ല. ക്ലിയർ അല്ലേ? സൊല്യൂഷൻ ഇല്ല. 2 കാര്യം. എന്താ പ്രശ്നം? പകൽ പണിക്ക് പോകാൻ പറ്റണില്ല, പിന്നെ രാത്രി പോയിട്ട് രാത്രിയും മീനില്ല. ദാറ്റ് മീൻസ് എന്താ? കടലിൽ മീനേ ഇല്ല. അതാണ് പ്രശ്നം. സൊല്യൂഷൻ ഇല്ല. പിന്നെ എന്താ പത്രോസ് പറയണത്? നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്, ഞങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇതുപോലെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്കും അറിയാം ഇതിന് സൊല്യൂഷൻ ഇല്ലെന്ന്. 4 കോടി കടമുണ്ട്, ആകപ്പാടെ ഒരു 10 സെൻറ്റ് 1 ഏക്കർ സ്ഥലമുണ്ട്. സൊല്യൂഷൻ എന്താ? നമുക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ദൈവത്തിനറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്. കറക്റ്റല്ലേ സംഭവം? അതായത് ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്തലന്മാർ ചോദിക്കത്തില്ലേ? 5000 പേരുണ്ട്, 5 അപ്പമുണ്ട്, ഇതുകൊണ്ട് എന്താകാനാണ്? സൊല്യൂഷൻ ഇല്ല. ഇങ്ങനെ സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തെ അഭിസംബോധന ചെയ്തതെന്ന് ഓർക്കണം. അതാണ് കർത്താവ് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.